തീർച്ചയായിട്ടും മാഡം, ഞാനത് അമ്മയോട് പറയായിരുന്നു. ഗാഥയെ കൂട്ടിക്കൊണ്ടുപോയ കുറേ ദിവസത്തേക്ക് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് മാറില്ല എന്ന്. ഗാഥ ഓക്കെ ആവട്ടെ, എന്നിട്ട് മതി ബാക്കിയല്ല. സ്നേഹിച്ചിട്ടില്ല, സ്നേഹം അഭിനയിച്ചിട്ടുണ്ട്, കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം. അത് വീണ്ടും വീണ്ടും എന്റെ മുന്നിൽ പറയണ്ട. ഗാഥയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞപ്പോ അവളെ ഞാൻ ന്യായീകരിച്ചോ? ഓ തങ്കം, ഞാൻ അവളോട് വഴക്കിടുകയല്ലേ ചെയ്ത്, അവളെ തല്ലിയില്ലേ ഞാൻ? എന്നിട്ടിപ്പോ അവളെവിടാന്നറിയോ? വീട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവൾ എന്നോട് വഴക്കിട്ട് ഇറങ്ങിയതാ. പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളൊന്ന് തീർന്നിട്ട് വേണം എനിക്ക് അവളെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങാൻ. തങ്കം, ഞാൻ അവളെ ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. ഗാഥയെ കണ്ടുപിടിക്കുമ്പോഴും അവളുടെ ജീവിതം ഒന്ന് സേഫാന്ന് ഞാൻ കരുതിക്കോട്ടെ. അതിനു വേണ്ടിയാ കൃഷ്ണ കളരിക്കലേക്ക് ഒന്നുകൂടെ പൊക്കോട്ടെ എന്ന് ഞാൻ ആവശ്യപ്പെട്ടെ. അത് കഴിഞ്ഞ ഞാൻ എൻ്റെ മോളെ ഈ നാട്ടിൽ നിർത്തില്ല. ഞാൻ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഈ നശിച്ച നാട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോയിക്കോളാം. അങ്ങനെ ഒരു വാക്ക് തരാൻ എനിക്കിപ്പോൾ പറ്റൂ. എന്തൊക്കെ പറഞ്ഞാലും മാഡം പറയുന്ന ഒരു കാര്യം പോലും ഞാൻ വിശ്വസിക്കില്ല. കാരണം മാഡം ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാഡത്തിന്റെ മോൾക്ക് വേണ്ടി മാത്രം. അല്ല തങ്കം, ഗാഥയ്ക്ക് കൊടുക്കുന്ന മകളെന്ന പരിഗണന എന്റെ മനസ്സിൽ കൃഷ്ണയ്ക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അത് മാഡം സമ്മതിച്ച ഞാൻ അവളെ കളരിക്കലേക്ക് വിടാം. എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? എന്റെ മോളുടെ കഴുത്തില് നവീൻ കെട്ടിയ താലി ഇപ്പോഴും ഉണ്ട്. നവീൻ അവളെ തന്നെയാ സ്നേഹിക്കുന്നതെന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാം. നവീന്റെ മനസ്സ് മുഴുവനും കൃഷ്ണയോടുള്ള സ്നേഹമാ, കൃഷ്ണയുടെ പെരുമാറ്റമാ. ഇപ്പോ കൃഷ്ണ നവീന്റെ ഭാര്യയായി കളരിക്കലേക്ക് പോകണമെങ്കിൽ എന്നും അവള് നവീന്റെ ഭാര്യയായി തന്നെ ജീവിക്കുമെന്ന് ഉറപ്പ് വേണം. അത് തരാൻ പറ്റുമോ മാഡത്തിന്? ഇതിനു മുൻപ് എന്റെ മുന്നിലും എന്റെ മോളുടെ മുന്നിലും ഓരോ ഉപാധികൾ വെച്ച് മാഡം ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നില്ലേ? അതൊരമ്മയുടെ ചുമതലയായിരുന്നു. ഇത് എന്നിലെ അമ്മയുടെ ചുമതലയെ. ഞാനീ പറയുന്ന കാര്യം സമ്മതിക്കാതെ കൃഷ്ണ കളരിക്കലേക്ക് പോകില്ല. സമ്മതിച്ചു. വാക്കാണ്. വാക്ക് തെറ്റിച്ചാല് എനിക്കും എന്റെ മോൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അത് നല്ല ഓർമ്മ വേണം. ഞാൻ ഒരുപാട് സ്നേഹിച്ച, ഒരുപാട് ബഹുമാനിച്ച സിത്താര മാഡത്തിന്റെ മുന്നില് ശബ്ദം ഉയർത്തി സംസാരിക്കണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചതല്ല. എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാ. സുമിത്രേ, സത്യം പറഞ്ഞ മോളുടെ അസുഖം മാറുന്നതുവരെ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ എന്റെ കൂടെ നിന്നോട്ടെ. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാന്ന് കരുതിയിട്ടാ ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത്. പക്ഷേ അത് വേണ്ട.
മോള് കളരിക്കലേക്ക് തന്നെ പോരട്ടെ. നന്നായി തങ്കം. മോള് തങ്കത്തിന്റെ കൂടെ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടല്ല. തങ്കവും ഗാഥമോളും തമ്മിലുള്ള സ്നേഹം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. എന്നാലും പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോ ഞങ്ങളൊന്ന് ടെൻഷനായി. ഞാനല്ല, ദേ എന്നെക്കാളും കൂടുതൽ ഇവനാ. നവീൻ ഒരുപാട് നേരം അവളെ പിരിഞ്ഞിരിക്കാനാവില്ല എന്ന് എനിക്കറിയാം. പിന്നെ അസുഖമൊക്കെ വരുമ്പോഴല്ലേ നമ്മുടെ പാർട്ട്ണറുടെ യഥാർത്ഥ ഡ്യൂട്ടി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുക, അല്ലേ നവീൻ? തീർച്ചയായിട്ടും മാഡം. ഞാനത് അമ്മയോട് പറയായിരുന്നു. ഗാഥയെ കൂട്ടിക്കൊണ്ടുപോയ കുറേ ദിവസത്തേക്ക് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് മാറില്ല എന്ന്. ഗാഥ ഓക്കെ ആവട്ടെ, എന്നിട്ട് മതി ബാക്കിയല്ല. ഗോപാലമാമ ഒന്ന് വന്നേ, വാ. ഇതെന്താ ഗോപാലമാമ, അമ്മ അത്രയും കാര്യമായിട്ട് നമ്മളോട് പറഞ്ഞിട്ട് ഇപ്പൊ വാക്ക് മാറ്റുന്ന മാറ്റം കണ്ടോ? അത് തന്നെ ഞാനും ആലോചിച്ചത്. ഇതെന്ത് പറ്റി തങ്കത്തിന്? ഇനി സിത്താര മാഡം ഭീഷണിപ്പെടുത്തുക മറ്റോ ചെയ്തോ? ഏയ്, ഭീഷണിപ്പെടുത്തിയാലൊന്നും അമ്മ സമ്മതിക്കില്ല. ചിലപ്പോ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവും. എന്തായാലും തങ്കത്തിനോടൊന്ന് ചോദിക്കണം. സിത്താരെ, ബിസിനസിന്റെ എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോയിട്ട് അതൊക്കെ ഓക്കെ ആയോ? അതൊക്കെ ഓക്കെയാണ്. പക്ഷെ വീണ്ടും ഒരു യാത്ര കൂടിയുണ്ട്. എങ്ങോട്ടാ മാഡം? മോളെ അന്വേഷിച്ച്. അല്ല, മോളുടെ വിശേഷം അന്വേഷിച്ച് എൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ മുമ്പ് വിളിച്ചായിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അയാൾ സുഖമില്ലാതെ കിടക്കുകയെന്ന്. എനിക്ക് അയാളെ ഒന്ന് കാണണം. ആ കാര്യം പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു ഞാൻ സിനി. അതെ,